ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ന് ഞാൻ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് എടുത്തത് സിനമൺ ടീ ആണേ. നെക്സ്റ്റ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിന്ന് കോൺഫ്ലെക്സ് ആണ് എടുത്തത്. അതായത് കെലോഗ് സ്പെഷ്യൽ കെൻ്റെ ആ ഒരു കോൺഫ്ലെക്സ് ഇല്ലേ, മധുരയില്ലാത്ത 0 ആഡഡ് ഷുഗർ ആണ്. അതിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കട്ട് ഫ്രൂട്ട്സ്, ആപ്പിളും റോബസ്റ്റ് പഴവും പിന്നെ ബ്ലൂബെറിയാണ് എടുത്തത്. ഇതിൽ യൂസ് ചെയ്ത മിൽക്ക് സ്കിംഡ് മിൽക്കാണ്. നെസ്റ്റോയിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് സ്കിംഡ് മിൽക്ക്. അതായത് നമ്മൾ വാങ്ങുന്ന പാലിനെക്കാട്ടും ഫാറ്റ് കുറവായിരിക്കും ഈ ഒരു പാലിന്. അപ്പോൾ ഇതാണ് നമുക്ക് വെയിറ്റ് ലോസിൽ ഏറ്റവും നല്ലത്. ഇത് കിട്ടാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ആൽമണ്ട് എടുത്തിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക വെള്ളത്തിൽ. ആ ആൽമണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്ത് തരാൻ നമുക്ക് ആ ഒരു കിട്ടുന്ന മിൽക്ക് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. കോൺഫ്ലെക്സിലൊക്കെ ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു സാധനമാണ്. നമുക്ക് നന്നായിട്ട് വയറ് ഫില്ലാവും ചെയ്യും, ഹെവി ആയിട്ടുള്ള ഫുഡും അല്ല. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ജിമ്മിനൊക്കെ പോയി ഓഫീസിലെത്തിയ ടൈം ഒന്നാമത് ഞാനിന്ന് ലഞ്ച് എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ടുവരുന്നുള്ളത്. അണ്ടല്ലൂർ കാവ് എന്ന് പറഞ്ഞൊരു അമ്പലം, അതായത് കാവുണ്ട്. അതെല്ലാവരും ഫേമസ് ആയിട്ടുള്ളൊരു കാവാണ് ഇവിടെ നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു അവിലും പൊരിയും അങ്ങനത്തെ ഒരു ടൈപ്പ് മിക്സ്ചറാണിത്. ഇതിൽ മധുരം, ശർക്കര, ഞാൻ ആ ഒരു ടൈപ്പ് വിചാരിച്ചിട്ട് കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ആ ഒരു ടൈപ്പല്ല കിട്ടിയത്. ഇവിടെ ഇങ്ങനെ ഉണ്ടാവാന്നാണ് പറഞ്ഞത്. അപ്പം മധുരം ഇടാതെ പഞ്ചസാര ഇട്ടിട്ടാണ് ബാക്കിയുള്ളവർ യൂസ് ചെയ്ത്. മധുരം ഇടാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് മാത്രം ഞാൻ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുഴപ്പിലങ്ങാട് ബീച്ചിലൊന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ബ്രദറിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ പോയ സമയത്ത് ആള് ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചില്ല. ഈ ഒരു കാടമുട്ടൻ്റെ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു. പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ പീസും. ആ ഒരു വ്യൂ ഒക്കെ കണ്ട് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ ഡിന്നർ എടുത്തത് പൈനാപ്പിളിൻ്റെ ജ്യൂസ് തന്നെയാണ്. ഫ്രഷ് ജ്യൂസ് ആയിട്ടാണ് എടുത്തത്, മധുരമൊന്നും ഇടാതെ. 2-2.5 ഗ്ലാസോളം ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഞാൻ കഴിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ.